ചില പ്രേക്ഷകരൊക്കെ നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ഓടി ഇന്ത്യയിൽ അഭയം തേടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അഭയം തേടാൻ ശ്രമിക്കുന്ന ഷേഖ് ഹസീനയുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശ് വിഷയത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി പാർലമെൻറ്റിൽ ഇന്നും അടിയന്തര പ്രമേയം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷാ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ വേണമെന്നും അവർ ആവശ്യപ്പെടും. പ്രധാനമന്ത്രി പദം രാജിവെച്ച ഷേഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലും അവർക്ക് അഭയം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സജീവമായി ചർച്ച നടക്കുന്നുവെന്നാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? എവിടെയാണ് അവർ പൊളിറ്റിക്കൽ അസൈലം തേടുന്നത്? എസ് കെ എൻ, ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ്. ഇന്നലെ അവർ ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് പോകും എന്ന വിധത്തിൽ കാര്യങ്ങൾ രാവിലെയോടുകൂടി തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. ബംഗ്ലാദേശിൽ നിന്ന് അവരെയും വഹിച്ചു കൊണ്ടുവന്ന ബംഗ്ലാദേശ് വ്യോമസേനയുടെ വിമാനം അവരില്ലാതെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഡൽഹിക്ക് സമീപമുള്ള ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ള ഹിൻഡൻ വിമാനത്താവളത്തിലാണ് അവർ ഉള്ളത്. ഹിൻഡൻ വിമാനത്താവളം സൈനിക വിമാനത്താവളം എന്ന് നമുക്ക് വിളിക്കാം. സൈനിക ആവശ്യങ്ങളാണ് പ്രധാനമായും ആ ഒരു സിവിലിയൻ വിമാനത്താവളമല്ല. അവിടെ ഇറങ്ങിയ ഷെയ്ഖ് ഹസീന അവരിപ്പോൾ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്രത്തിലാണ് താമസിക്കുന്നത്. അവർക്ക് ലണ്ടനിലേക്ക് പോകാനുള്ളതാണ് അവരുടെ താല്പര്യം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ, ഇംഗ്ലണ്ടിലെ ഇപ്പോൾ പുതിയതായി അധികാരത്തിൽ വന്നിരിക്കുന്ന സർക്കാർ, ആ വിഷയത്തിൽ ചില എതിർപ്പുകൾ അവർക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ അമേരിക്ക ഈ വിഷയത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നതാണ്. ഷെയ്ഖ് ഹസീനയുടെ സമീപ നാളുകളിലെ അമേരിക്കൻ വിരുദ്ധ പരാമർശങ്ങൾ വളരെ ശക്തമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് അവർക്കുമേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുക എന്നൊരു നിർദ്ദേശവും, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോവുക എന്നൊരു നിർദ്ദേശവും അവരെ സംബന്ധിച്ച് പരിഗണനയിൽ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിവിധ രാജ്യങ്ങളുമായിട്ടും രാജ്യ തലവന്മാരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ട് തന്നെ അതിന് സാധ്യമാകും ഏതാനും ദിവസങ്ങൾക്ക് ഉള്ളിൽ എന്ന വിധത്തിലാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അവർ ഇന്ത്യയിൽ തുടരുന്നത് രാജ്യത്തിൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ട് ബംഗ്ലാദേശ് എന്ന രാജ്യത്തോടുള്ള സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഇന്നലെ വിദേശകാര്യമന്ത്രി ആദ്യം ഈ സർവകക്ഷി യോഗത്തിലും പിന്നീട് പാർലമെന്റിലും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളൊന്നും രാജ്യത്തിന് വേണ്ട എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലും ഉണ്ടാകും. അതിന് ഉതകുന്ന വിധത്തിൽ ശക്തമായിട്ട് നമ്മുടെ അതിർത്തികൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. 71 യുദ്ധ സമയത്ത് രാജ്യം നേരിട്ട വലിയ അഭയാർത്ഥി പ്രവാഹം, ആ വിധത്തിലുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്യും. ഈ ഒരു സാഹചര്യമാണ് അവരും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടും. 2 സഭകളിലും അവതരണാനുമതി തേടാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സുപ്രധാന തീരുമാനങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. എസ് കെ, ഒരു കാര്യം, വിനോദ് അച്ഛൻകോവിൽ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് 140 കോടി 60 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വയനാടിനായി അനുവദിച്ചിട്ടുണ്ട്. ഈ വിവരം 24ഉം മന്ത്രി റിയാസും അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ അനുവദിച്ചതായി നമ്മുടെ ബ്യൂറോയ്ക്ക് വിവരമുണ്ടോ? എസ് കെ എൻ, നമ്മുടെ സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്നുള്ളതാണ്. ഒരു ദുരന്തം വരുമ്പോൾ പ്രവർത്തിക്കുന്ന ഏജൻസി എന്ന രീതിയിലല്ല ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. വരാനിരിക്കുന്ന ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്ന രീതിയിലാണ്. അതിനടിസ്ഥാനപ്പെടുത്തി എല്ലാ സംസ്ഥാനങ്ങൾക്കും അതത് സമയത്ത്
സമയങ്ങളിൽ ഒരു കാലവർഷം വരുന്നു എന്ന് പ്രാപ്യമുള്ള സമയങ്ങളിൽ ചില ഫണ്ടുകൾ അനുവദിക്കാറുണ്ട്. ആ വിധത്തിലുള്ള തുക, അത് റെഗുലറായിട്ട് അനുവദിക്കുന്ന തുകയാണ്. ആ വിധത്തിലുള്ള തുക എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചു പോകുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനും ആ വിധത്തിലുള്ള സഹായം അതിൻ്റെ പട്ടികയുടെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന് മാത്രമല്ല, ഈ സമയത്ത് മഴയുണ്ടാകും എന്ന് കണക്കാക്കുന്ന മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും കർണാടകം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും ആ തുകയുടെ ഭാഗമായിട്ടുള്ള ഗഡുക്കൾ ലഭിച്ചിട്ടുണ്ട്. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു തുടർ നടപടിക്രമങ്ങളാണ്. എല്ലാ വകുപ്പുകൾക്കും ഫണ്ടുണ്ടാകണം എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ആ വകുപ്പുകൾ പ്രവർത്തിക്കേണ്ടത് പിന്നീട് സംസ്ഥാനത്തുള്ള ഈ ദേശീയ ദുരന്ത നിവാരണ വിഷയങ്ങൾ ഏകോപിപ്പിക്കുന്ന ഏജൻസിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണം ഉണ്ടാകണം. നമ്മൾ ദേശീയ ദുരന്തം എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു വാക്ക് ഇല്ലാത്തത് ഈ ദുരന്തങ്ങളെ മുൻകൂട്ടി കണക്കാക്കുന്ന വിധത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. SK. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.